പ്രിയപ്പെട്ടവരെ, സമയം 8 മണി കഴിഞ്ഞ് 30 വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആക്രമണം കടുപ്പിക്കാൻ പ്രതിപക്ഷം. പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടികൾ നാളെ യോഗം ചേരും. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ വൈകിട്ട് 3 മണിക്കാണ് യോഗം. പൊതുസമൂഹത്തിന്റെ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാക്കാനാണ് BJP തീരുമാനം. വരുന്ന വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലാണ് വനിതാ സംവരണത്തിൽ പാർലമെന്റിൽ ചർച്ച നടക്കുക. നോബൽ ബാരിക്കാരനോട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ ബാരിക്കാരൻ, തിടുക്കപ്പെട്ടിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വനിതാ സംവരണത്തിൽ പൊടിതട്ടിയെടുക്കുന്നതിന്റെ രാഷ്ട്രീയ ലക്ഷ്യമാണ് പ്രതിപക്ഷ കക്ഷികൾ പ്രധാനമായും സംശയിക്കുന്നത്. അത് 2000 പുതിയ സെൻസസ് ഇല്ലാതെ മണ്ഡല പുനർനിർണ്ണയം വരുന്നതിനെ ഇന്നലെ കോൺഗ്രസ് വിമർശിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മണ്ഡല പുനർനിർണ്ണയമാണ് വനിതാ സംവരണ ബില്ലിന്റെ മറവിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. മിക്ക പ്രതിപക്ഷ കക്ഷികൾക്കും ഈ രാഷ്ട്രീയ ദുഷ്ടലാക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വേണമോ കരുതാൻ. അങ്ങനെയാണെങ്കിൽ കടുത്ത പ്രതിഷേധമുയർത്തുമോ പ്രതിപക്ഷം? നോബൽ ബാരിക്കാരൻ, ഗുഡ് മോർണിംഗ്, അഡ്വാൻസ് ഹാപ്പി വിഷു. അരുൺ, വെരി ഗുഡ് മോർണിംഗ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി വിഷു. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ ഏറ്റവും അധികം ചർച്ചയാകാൻ പോകുന്നത് വനിതാ സംവരണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും. നാളെ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ യോഗം ചേരുകയാണ്. ഈ യോഗത്തിൽ എന്താണ് ബില്ലിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്ന് കൂട്ടായി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കും. ഇതിനോടകം തന്നെ ബില്ലുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകളും ഒപ്പം വിമർശനവും പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ മണ്ഡലങ്ങൾ ഉണ്ടാക്കുന്നത് BJPക്ക് ഒരു അധികാര തുടർച്ചയും അധികാരത്തിൽ രാഷ്ട്രീയ നേട്ടവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് എന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ വിമർശനം ഉന്നയിക്കുന്നത്. ഒപ്പം ഈ പശ്ചിമ ബംഗാൾ, ഒപ്പം തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ ഒരു വനിതാ സംവരണ ബിൽ കൊണ്ടുവരുന്നത് കൃത്യമായി തന്നെ വോട്ടുകളെ സ്വാധീനിക്കാനാണ് എന്ന വിമർശനം അവർക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രമുഖരായ പല ആളുകളും ഇപ്പോൾ ഈ ബില്ലിനെതിരെ രംഗത്തേക്ക് വരുന്ന സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് 250ഓളം വരുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ ബില്ലിനെതിരെ ഇപ്പോൾ രംഗത്തേക്ക് വരുന്നു. അവർ പറയുന്നത് ബില്ലിന്റെ കരട് കൃത്യമായി തന്നെ പൊതുജനാഭിപ്രായത്തിന് 30 ദിവസമെങ്കിലും പൊതുമധ്യത്തിൽ പ്രദർശിപ്പിക്കണം എന്നതാണ്. അത്തരത്തിൽ ജനങ്ങളുടെ അഭിപ്രായം അടക്കം ശേഖരിച്ച ശേഷം മാത്രമേ ബില്ലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നാണ് പലരുടെയും നിലപാട്. ഒപ്പം BJP ആകട്ടെ കൃത്യമായി തന്നെ ബില്ലിനെ പുകഴ്ത്തിക്കൊണ്ടും ബില്ലിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞുകൊണ്ടുമൊക്കെ കൃത്യമായി പ്രചരണം തുടരുകയാണ്. അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിൽ പോലും വനിതകളുമായി സംവദിച്ചുകൊണ്ട് അദ്ദേഹം അക്കാര്യം തുറന്ന് സംസാരിച്ചു. അതോടൊപ്പം മറ്റ് നേതാക്കളും സമാനമായി തന്നെ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വലിയ പ്രചരണത്തിലേക്ക് പോവുകയാണ്. 16, 17, 18 തീയതി, അതായത് വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലാണ് പാർലമെന്റിൽ ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. പാർലമെന്റിൽ അംഗങ്ങൾക്ക് ഹാജരാകാൻ നിർദ്ദേശിച്ചുകൊണ്ട് 3 വരെ വിപ്പ് എല്ലാ പാർട്ടികളും നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഇതിനെ എതിർക്കും എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. എല്ലാ പാർട്ടികളും അവർ വ്യക്തിപരമായി തന്നെ അവരുടെ നിലപാടുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നാളെ ചേരുന്ന യോഗത്തിലായിരിക്കും ഏത് തരത്തിൽ വേണം പ്രതിഷേധം പാർലമെന്റ് അകത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കും. ഒരുപക്ഷേ വലിയ പ്രതിഷേധമായിരിക്കും ഈ പ്രത്യേക സമ്മേളന ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു. നോബൽ ബാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. ശരിയാണ്, സ്വാഭാവികമായ സംശയം ഉണ്ടാവും. 2029 ഈ മണ്ഡല പുനർനിർണ്ണയമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നടപ്പിലാക്കാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ മണ്ഡല പുനർനിർണ്ണയം നടത്താൻ വേണ്ടിയാണോ ഇതിപ്പോൾ പെട്ടെന്ന് പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യം. അതിൽ തന്നെ കോൺഗ്രസ് ഇന്നലെ സോണിയാഗാന്ധി ഹിന്ദു പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ഇതേ സംശയമാണ് പ്രകടിപ്പിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം മണ്ഡല പുനർനിർണ്ണയമല്ലേ? യഥാർത്ഥത്തിൽ വനിതാ സംവരണ ബില്ലിനോടുള്ള ഗൂറാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രാഷ്ട്രീയമായ സമത്വമില്ലാതെ മണ്ഡല പുനർനിർണ്ണയം നടത്തിയാൽ അത് വലിയ അപകടമുണ്ടാക്കും എന്ന് പറയുന്നു. പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള തെക്ക് ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടപ്പിലാക്കിയിരിക്കുന്ന ജനസംഖ്യ നിയന്ത്രണമുള്ള സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയായി മാറരുത് എന്നുള്ളതൊക്കെയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ആ ആക്ഷേപത്തിലും ആശങ്കയിലും കഴമ്പുണ്ട് കേട്ടു.